ആധുനിക കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി ഇന്ത്യയിൽ ആവശ്യമുണ്ടോന്നാണ്. ഇതിപ്പോ ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനവും ഇല്ല. എന്തൊക്കെ നിലനിൽക്കണമോ അത് നിലനിൽക്കും. എന്ത് നിലനിൽക്കേണ്ടതില്ലയോ അത് കാലപ്രവാഹത്തിൽ അസ്തമിക്കും. ഇത് പ്രാപഞ്ചിക നിയമമാണ്. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് അർത്ഥമില്ല. കാരണം കമ്മ്യൂണിസത്തെ അനുകൂലിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും ഇന്ത്യയെ രക്ഷിക്കാൻ കമ്മ്യൂണിസത്തിനെ സാധിക്കൂ എന്ന് പറയും. കമ്മ്യൂണിസത്തെ വെറുക്കുന്ന ഒരാള് പാടില്ല, അത് മഹാ അപകടമാണ്, അതിനെ തുടച്ചു നീക്കണം എന്ന് പറയും. ഇത് രണ്ടും ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാലഗതിയിൽ ആവശ്യമുള്ളതൊക്കെ നിലനിൽക്കും, അപ്രസക്തമാകുന്നത് കൊഴിഞ്ഞു വീഴും. കാലഗതിയിൽ കൊഴിഞ്ഞു വീഴുന്നത് കൊണ്ട് ഒന്ന് മോശമാണെന്ന് അർത്ഥമില്ല. ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. നല്ലൊരു വാഴ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കന്ന് കുഴിച്ചിട്ടാൽ നല്ല കൊല കിട്ടി, നല്ല മധുരമുള്ള പഴങ്ങൾ, അതിൻ്റെ കന്ന് പുറപ്പെട്ട കുട്ടി തിരക്കേടില്ല. 3-ാം തലമുറയാവുമ്പോഴത്തേക്കോ ക്ഷയിക്കാൻ തുടങ്ങും. 4-ാം തലമുറയാകുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനും കൊള്ളാത്തതാവും. അപ്പൊ പിരിച്ചു വെക്കണം. പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ രൂപമെടുക്കും. ആശയം, ആദർശം മാറാതിരിക്കട്ടെ. മാനുഷിക നന്മയെക്കുറിച്ചുള്ള സങ്കല്പം നിലനിൽക്കട്ടെ. ഒന്നിനെയും ദോഷമെന്നോ ഗുണമെന്നോ പറയാൻ നമുക്ക് സാധ്യമല്ല. കാലപ്രവാഹത്തിൽ നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അപ്രസക്തമാകുന്നത് ഒഴുക്കിൽ കൊഴിഞ്ഞു പോകും.